ഇന്ത്യയിലെ മഹത്തായ ചരിത്രമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം. AISF മാത്രമല്ല, AISFും SFIയും എല്ലാം അടങ്ങുന്ന മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനം. സമര പാരമ്പര്യങ്ങളുടെ കാര്യത്തിൽ ഒട്ടും ചെറുതല്ലാത്ത അധ്യാപക പ്രസ്ഥാനം. അവരെല്ലാം സമരപാതയിലാണ്. ആ സമരപാതയിൽ നിന്ന അധ്യാപക പ്രസ്ഥാനം, വിദ്യാർത്ഥി പ്രസ്ഥാനം, ബഹുജന പ്രസ്ഥാനം അവരെല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയതാണ് ഇടതുപക്ഷത്തെ. നാളെയും നോക്കേണ്ടത് ഈ പക്ഷത്തെയാണ്. ഈ പക്ഷം മാത്രമാണ് പ്രതീക്ഷയുടെ പക്ഷം. LDF മാത്രമാണ് ശരി. അതുകൊണ്ട് പിന്തിരിപ്പൻ നയങ്ങൾക്കെതിരായി, വർഗീയ ഭ്രാന്തിനെതിരായി, വിദ്യാഭ്യാസ രംഗത്തെ വർഗീയ വൽക്കരണത്തെ ചെറുക്കാൻ വേണ്ടി, വിദ്യാഭ്യാസ രംഗത്തെ വാണിജ്യ കൈമകളെ ചെറുക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സമരങ്ങളിലും ഇടപെട്ടു പോരുന്ന വിദ്യാഭ്യാസ പ്രേമികളാകെ ഇന്ത്യയിലെമ്പാടും ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ പക്ഷമാണ് ഇടതുപക്ഷം. ആ കർത്തവ്യത്തിൻ്റെ ഭാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബോധ്യമുണ്ട്. അതൊരു വിശ്വാസമാണ്, ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം. അതിനെ മാനിക്കണം ഇടതുപക്ഷം. അങ്ങനെ വരുമ്പോൾ PMC പോലെ ഒന്നിൽ ഇടപെടുമ്പോൾ പലവട്ടം ചിന്തിക്കണം ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്. പലവട്ടം. പുത്തൻ തലമുറയെ വാർത്തെടുക്കുന്ന പാഠ്യപദ്ധതിയെ, അധ്യയന ശാസ്ത്രത്തെ, പെഡഗോഗിയെ എല്ലാം സ്വാധീനിക്കും വിധമുള്ള ഒന്നാണ് BJP ഗവൺമെൻറ്. അതും കൂടി അറിയണം. BJP ഗവൺമെൻറ് ഷോക്ക് കേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ ഷോക്ക് കേസിന് വേണ്ടിയാണ് ഈ പറയുന്ന PMC എന്ന് അവർ തന്നെ പറയുന്നു. അസ്വാഭാവികമായ തിരക്കോടുകൂടി, അൺയൂഷ്വൽ ഹേസ്റ്റ് എന്ന് പറയും, അതോടുകൂടി വാഗ്ദാനം ചെയ്യപ്പെട്ട ചർച്ചയില്ലാതെ, ആലോചനയില്ലാതെ, നയപരമായ സംവാദങ്ങളില്ലാതെ, ക്യാബിനറ്റിലോ LDFിലോ ഒരു വർത്തമാനം പോലും പിന്നീട് പറയാതെ ഒരു ഉദ്യോഗസ്ഥ പെട്ടെന്ന് ഡൽഹിയിൽ ലാൻഡ് ചെയ്യുന്നു. ആ ഉദ്യോഗസ്ഥ ഒപ്പുവെക്കുന്നു. ഒപ്പുവെച്ച പിറ്റേ നിമിഷം കേന്ദ്ര BJP ഗവൺമെൻറ് അതിനെ പുകഴ്ത്തുന്നു. അതിനെ ABVP പുകഴ്ത്തുന്നു. അതിനെ BJP വാഴ്ത്തുന്നു. ഇതെല്ലാം ഉണ്ടായി ഇവിടെ.